ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ. വഴുതനങ്ങ കഴിക്കാത്ത കുട്ടികൾ പോലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക്, എന്തായാലും അവർക്ക് ഇഷ്ടമാവും. ഫിഷ് ഫ്രൈ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഞാൻ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ വട്ടത്തിലൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരുപാട് തിന്നുമല്ല എന്നാൽ തിക്കുമല്ല, ഈ ഒരു പാകത്തിൽ വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ. പകരം അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി, ഒരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ഒന്ന് നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി മസാല അതുമ്പോൾ തേച്ച് പിടിപ്പിക്കുക. കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് 20 മിനിറ്റ് മാറ്റി വെക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ.